നമസ്കാരം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ത്രീ പീഡന ബലാത്സംഗ വിഷയവുമായി ചർച്ചകൾ ഒരുപാട് നടന്നു. ഇപ്പോൾ ഒരു ചെറിയ ഒതുക്കം വന്നിരിക്കുന്നു ആ ചർച്ചകൾക്ക്. ആദ്യമൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ ഇത് ചർച്ചയാക്കി. പക്ഷേ ഇതിനിടയിൽ ഒരു വാർത്ത പുറത്തു വന്നത് CPI കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇതുപോലെ ഒരു ഒളിക്യാമറ വിവാദം ഉണ്ടായി. അതായത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒളിക്യാമറ വിവാദം ഉണ്ടായി. പക്ഷേ ഇതിലെ പരാതിക്കാരന് മന്ത്രി P. പ്രസാദിന്റെ ഓഫീസിൽ ജോലി കൊടുത്തു. പക്ഷെ ജോലി ചെന്നപ്പോൾ അതത്ര സുഖകരമായ ജോലിയല്ല. അയാൾ തിരിച്ചു പോന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി അന്വേഷിക്കുന്നു തുടങ്ങിയ ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. CPI അത്ര കാര്യമായിട്ടില്ല. CPM ഒരു കാലത്ത് സ്ത്രീ പീഡന കഥകളുടെ, അതായത് സഖാത്തികളെ തന്നെ പീഡിപ്പിക്കുന്ന ഒരു കഥകളുടെ ഒരു ജൈത്രയാത്രയായിരുന്നു. കഥകൾ എന്ന് പറയാൻ പറ്റില്ല. നിരവധി പേർ, PK ശശി, P. ശശി, അതുപോലെ DYFI നേതാക്കൾ പലയിടങ്ങളിലായി. ഇതൊക്കെ തന്നെ പുറത്തു വന്ന കാര്യങ്ങളാണ്. മുകേഷ് MLA ഇത് പരാതിയായിട്ടൊക്കെ വന്ന കാര്യങ്ങളാണ്. അപ്പം CPM-നും CPI-ക്കും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എന്ത് രീതിയിലുള്ള സ്ത്രീ പീഡന പരിപാടി നടത്താം, അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ തന്നെ കേസിൽപ്പെട്ടപ്പോൾ വലിയ തോതിലുള്ള സൈബർ ആക്രമണവും ഒക്കെയാണ് അഴിച്ചുവിട്ടത്. തീർച്ചയായിട്ടും ഇത്തരം കേസുകളിൽ, അത് ഏത് കേസായാലും ശരി, നിയമവിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും സ്ത്രീകൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നടപടികളിൽ, നിയമ നടപടികൾക്ക് ഇവരൊക്കെ തന്നെ വിധേയരാകേണ്ടതാണ്. മാതൃകാപരമായി ഇവരെയൊക്കെ ശിക്ഷിക്കേണ്ടതുമാണ്. പക്ഷേ വാർത്തകൾ ഒതുക്കി തീർക്കാൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ നമുക്ക് നേരിട്ടറിയാവുന്ന CPM-ന്റെ നിരവധി സഖാക്കളും നേതാക്കളും ഒക്കെ ഇത്തരം പല വാർത്തകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നോട് നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൂടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ കൂടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന SFI-കാരികളെയും DYFI സ്ത്രീകളെയും ഒക്കെ തന്നെ ഇതുപോലെ പീഡിപ്പിക്കുകയും പരാതിയാകുമ്പോൾ അത് ഒതുക്കി തീർക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. പോലീസിൽ പരാതി കൊടുക്കില്ല, ഒതുക്കി തീർക്കുകയും ചെയ്യുന്ന നടപടിയാണ് കാലങ്ങളായി CPM-ലും CPI-ലും ഒക്കെ കണ്ടുവരുന്നത് എന്ന് ഈ പാർട്ടി പ്രവർത്തകർ തന്നെ പറയും. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള, സ്ഥലം പറയുന്നില്ല, അവിടെ ഒരു DYFI കുടുംബമാണ്, അല്ലെങ്കിൽ CPM കുടുംബമാണ്. അവിടുത്തെ ഒരു ഒന്നിലും പെടാത്ത, അതായത് ആ പെൺകുട്ടി ഒന്നിലും പെടാത്തയാളാണ്. ആ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഒക്കെ ഈ പാർട്ടി പ്രവർത്തകരാണ്. ഈ പെൺകുട്ടിയെ മറ്റൊരു സഖാവ്, ഒരുപാട് പ്രായമുള്ള സഖാവാണ്, കയറി പിടിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സ്വന്തം വീട്ടിൽ വെച്ച്. പോലീസിൽ പരാതി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മുതിർന്ന സഖാക്കളൊക്കെ തന്നെ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഓടിയെത്തി സഖാവെ പരാതി കൊടുക്കരുത്, നമുക്ക് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി അതിശക്തമായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും അവസാനം ഗതികെട്ട അച്ഛൻ മകളുടെ കാല് പിടിച്ച് പരാതി കൊടുക്കേണ്ടെന്ന് കരുതി ഒതുക്കി തീർത്ത് കോമ്പൻസേഷനോ എന്തോ കൊടുത്ത് തീർത്ത ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ 3-4 കൊല്ലമേ ആയുള്ളൂ. നമുക്കറിയാം. ഇത്തരത്തിൽ ഒതുക്കി തീർക്കലുകളാണ് ഇടതുപക്ഷത്ത് CPM-ൽ നടക്കുന്നത്. ലെനിൻ സെന്ററിൽ ഒളിക്യാമറ വെച്ച് സഖാക്കൾ തന്നെ മൂത്ത സഖാവിന്റെ ദൃശ്യങ്ങൾ പകർത്തിയതൊക്കെ ഏതാനും വർഷം മുമ്പ് വാർത്തയായതാണ്, നമ്മൾ കണ്ടതാണ്. അപ്പം ഒളിക്യാമറ പരിപാടിയാണ് ഇവരുടെയൊക്കെ ഒരു ഹൈലൈറ്റ്. ഒപ്പം ഒതുക്കി തീർക്കൽ, എന്നിട്ട് മറ്റുള്ളവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കലാണ്. അപ്പൊ പാർട്ടി പ്രവർത്തനവും മറ്റു കാര്യങ്ങളുമായിട്ട് പോകുന്ന നല്ല ആളുകളുമുണ്ട്, ഇതുപോലെയുള്ള കുറെ ഞരമ്പ് രോഗികളുമുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പിന്നെ തീവ്രത അളക്കാനായിട്ട് AK ബാലൻ സഖാവും ശ്രീമതി ടീച്ചറും ഒക്കെ വരുമായിരിക്കും. തീവ്രത കുറഞ്ഞ പീഡനം എന്ന് പറഞ്ഞ് എഴുതി തള്ളുമായിരിക്കും. ഇനിയും ഏതൊക്കെ കമ്മിറ്റി ഓഫീസുകളിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസുകളിലും ഒക്കെ ഒളിക്യാമറകളുണ്ട് എന്നുള്ള കാര്യം സഖാക്കൾ എവിടെയെങ്കിലും പോകുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ പ്രൈവറ്റ് റൂമിൽ ചെല്ലുമ്പോൾ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. സഖാക്കൾ തന്നെയാണ് ഇതുകൊണ്ട് വെക്കുന്നത്. അതാണ് ഏറ്റവും രസകരമായ കാര്യം. ഒതുക്കി തീർക്കലുകളും ഒളിക്യാമറ വിവാദങ്ങളും ഒക്കെ കയ്യിലിരിക്കുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സൈബർ അറ്റാക്കും മറ്ററ്റാക്കും നടക്കുന്നത്. അയാളെ അറസ്റ്റ് ചെയ്തല്ലോ, നിയമപരമായി ഉള്ള നടപടിക്കായാലും വിധേയനായല്ലോ. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന പ്രിയപ്പെട്ട സ്ത്രീ സഹോദരിമാരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ.